നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഒത്തൊരുമയോടെ നേരിടാനും തോൽപ്പിക്കുവാനും താൻ പൂർണ്ണ സജ്ജനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ആൻഡി ബേണം ചുമതലയേറ്റു. തിങ്കളാഴ്ച അദ്ദേഹം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയെ അധികാരമേൽക്കും. ലണ്ടനിലെ TUC ആസ്ഥാനത്ത് നടന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മുൻ മേയറായ ബേണം ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കെയർ സ്റ്റാമറുടെ പിൻഗാമിയായി എത്തുന്ന അദ്ദേഹത്തിന് MPമാർ, ട്രേഡ് യൂണിയനുകൾ, വിവിധ പാർട്ടി ഘടകങ്ങൾ എന്നിവരുടെ വൻ പിന്തുണയാണ് ലഭിച്ചത്. പാർട്ടിയുടെ ഭരണസമിതി അധ്യക്ഷ ഷബാന മഹ്മൂദാണ് ബേണത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. നേതൃത്വ പദവി ഏറ്റെടുത്ത ശേഷം രാജ്യം പുതിയൊരു രാഷ്ട്രീയത്തിനായി ദാഹിക്കുകയാണെന്നും ഇത് ലേബർ പാർട്ടിക്ക് ലഭിക്കുന്ന മാറ്റത്തിനുള്ള അവസാന അവസരമാണെന്നും ബേണം വ്യക്തമാക്കി. പാർട്ടിയിൽ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മുൻ നേതാവ് കെയർ സ്റ്റാമറുടെ നേതൃത്വത്തെ ബേണം പ്രത്യേകം പ്രശംസിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും പാർട്ടിയെ മികച്ച വിജയത്തിലേക്ക് നയിച്ചത് സ്റ്റാമറാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. തന്റെ ഭരണത്തിന്റെ വിശദമായ നയരൂപീകരണം വരും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ എങ്കിലും ഭാവി സർക്കാരിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ബേണം വ്യക്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് മിനിസ്റ്ററിലും വൈറ്റ് ഹോളിലുമുള്ള കേന്ദ്രീകൃത അധികാരം പിടിച്ച് പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് കൈമാറുക, സാധാരണക്കാർക്കായി കൂടുതൽ സോഷ്യൽ കൗൺസിൽ വീടുകൾ നിർമ്മിച്ചു നൽകുക, രാജ്യത്ത് വ്യവസായങ്ങൾക്കും ബിസിനസ്സുകൾക്കും അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുക എന്നിവയ്ക്കായിരിക്കും തന്റെ സർക്കാർ മുൻഗണന നൽകുകയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കൺസർവേറ്റീവ് പാർട്ടിയുടെയോ റിഫോം പാർട്ടിയുടെയോ ഗ്രീൻസ് പാർട്ടിയുടെയോ നയങ്ങൾ അന്ധമായി അനുകരിക്കാതെ ലേബർ പാർട്ടിയുടേതായ തനത് രാഷ്ട്രീയ ദിശാബോധത്തിലൂടെ മുന്നോട്ടു പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ മാഞ്ചസ്റ്റർ മേയർ ആയിരുന്നതിനാൽ വടക്കൻ മേഖലകളിൽ മാത്രം ശ്രദ്ധിക്കുന്ന നേതാവാണെന്ന വിമർശനങ്ങളെ അദ്ദേഹം പാടെ തള്ളി. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന നേതാവായിരിക്കും താനെന്നും ബേണം ഉറപ്പു നൽകി. അധികാര കൈമാറ്റം തിങ്കളാഴ്ച നടക്കുമ്പോൾ, അതായത് തിങ്കളാഴ്ച നിലവിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ഔദ്യോഗികമായി രാജി സമർപ്പിക്കുന്നതോടെ അധികാര കൈമാറ്റ നടപടികൾ ആരംഭിക്കും. തുടർന്ന് ആൻഡി ബേണം പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. ഡൗണിംഗ് സ്ട്രീറ്റിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷം അന്നു തന്നെ പുതിയ മന്ത്രിസഭയും അദ്ദേഹം പ്രഖ്യാപിക്കും. എന്നാൽ മന്ത്രിസഭാംഗങ്ങളെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. UK-യിലെ വിസ അഭയാർത്ഥി സ്ഥിര താമസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ പാർലമെന്റിലെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജൂലൈ 13-ന് ഹൗസ് ഓഫ് കോമൺസിൽ ബില്ലിന്റെ രണ്ടാം വായന പൂർത്തിയായതിന് പിന്നാലെ ബില്ലിലെ ഓരോ വ്യവസ്ഥയും വിശദമായി പരിശോധിക്കുന്ന പബ്ലിക് ബിൽ കമ്മിറ്റി സെപ്റ്റംബർ 10 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ബില്ലിലെ ഓരോ വകുപ്പും പരിശോധിക്കുന്നതിനൊപ്പം വിദഗ്ധരിൽ നിന്നും സംഘടനകളിൽ നിന്നും തെളിവെടുപ്പും കമ്മിറ്റി ആരംഭിക്കും. നിലവിലുള്ള ഇമിഗ്രേഷൻ അപ്പീൽ സംവിധാനത്തിന് പകരം പുതിയ ഇൻഡിപെൻഡന്റ് ഇമിഗ്രേഷൻ അപ്പീൽസ് അതോറിറ്റി രൂപീകരിക്കുക, മനുഷ്യാവകാശ കൺവെൻഷനിലെ ആർട്ടിക്കിൾ 8 ദുരുപയോഗം ചെയ്ത് നാടുകടത്തൽ ഒഴിവാക്കുന്ന സാഹചര്യം നിയന്ത്രിക്കുക, അഭയാർത്ഥി സംരക്ഷണത്തിനായി പുതിയ സിംഗിൾ പ്രൊട്ടക്ഷൻ മോഡൽ നടപ്പിലാക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. കൂടാതെ സർക്കാർ സഹായം ലഭിക്കുന്ന അഭയാർത്ഥികൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായാൽ സഹായത്തിന്റെ ഒരു വിഹിതം തിരിച്ചടയ്ക്കുന്ന സംവിധാനം, മനുഷ്യക്കടത്തും ആധുനിക അടിമത്തവും തടയാനുള്ള പുതിയ നിയമവ്യവസ്ഥകൾ എന്നിവയിലും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് നവംബർ 3-നകം സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും ബില്ലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഔദ്യോഗിക ഇമെയിൽ വിലാസത്തിൽ അയക്കാം. UK-യിലെ പ്രവാസികളെയും മലയാളി സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ഈ ബില്ലിന്റെ തുടർ നടപടികൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. UK-യിലെ റോഷ്ഡെയിലിൽ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഗ്രൂമിംഗ് ഗാങ് തലവൻ ഷബീർ അഹമ്മദിനെ നാടുകടത്താനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ജയിൽ മോചിതനായ അഹമ്മദിനെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ വിമുഖത പ്രകടിപ്പിച്ചതോടെയാണ് നാടുകടത്തൽ പ്രതിസന്ധിയിലായത്. ഷബീർ അഹമ്മദിനെതിരെയുള്ള നടപടികൾ പൂർണ്ണമായും UK-യുടെ ആഭ്യന്തര കാര്യമാണെന്നും ഈ വിഷയവുമായി പാകിസ്ഥാൻ സർക്കാരിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അദ്രാബി വ്യക്തമാക്കി. അഹമ്മദ് തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത് UK-യിലാണ്. ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് ചെയ്ത നിന്ദ്യമായ കുറ്റകൃത്യങ്ങൾക്ക് ബ്രിട്ടീഷ് കോടതിയാണ് ഇയാളെ ശിക്ഷിച്ചതെന്നും അദ്രാബി കൂട്ടിച്ചേർത്തു. അയാൾ വളർന്നതും രൂപപ്പെട്ടതും മോശമായതും UK-യിൽ വെച്ചാണ്. ഇയാളുടെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് ബാഹ്യമായ കാരണങ്ങൾ തിരയുന്നതിനേക്കാൾ UK ഗൗരവമേറിയ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 13 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ 2 റെസ്റ്റോറന്റുകളിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ കേസിൽ 9 പേരടങ്ങുന്ന സംഘത്തിൽ പ്രധാനിയായിരുന്നു ഷബീർ അഹമ്മദ്. 2012-ൽ 22 വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഈ മാസമാണ് ഇയാൾ ജയിൽ മോചിതനായത്. 1960-കളുടെ അവസാനത്തിൽ UK-യിലെത്തിയ ഷബീർ അഹമ്മദിന് ബ്രിട്ടീഷ് പാകിസ്ഥാനി ഇരട്ട പൗരത്വമുണ്ടായിരുന്നു. ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇയാളുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു.
എന്നാൽ 1973 മുമ്പ് UK-യിൽ എത്തുകയും 5 വർഷമെങ്കിലും രാജ്യത്ത് താമസിക്കുകയും ചെയ്ത കോമൺവെൽത്ത് പൗരന്മാരെ നാടുകടത്തുന്നത് UK-യിൽ 1971 ഇമിഗ്രേഷൻ ആക്ട് തടയുന്നുണ്ട്. ഈ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിലും പാകിസ്ഥാൻ ഇയാളെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന തടസ്സം. അഹമ്മദിനെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും UK പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം അഹമ്മദിനെ തിരികെ സ്വീകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും കൺസർവേറ്റീവ് ഷാഡോ ആഭ്യന്തര സെക്രട്ടറി ക്രിപ്സ് ഫിലിപ്സ് ആവശ്യപ്പെട്ടു. അപൂർവവും ഗുരുതരവുമായ രക്താർബുദങ്ങൾ ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന 2 അത്യാധുനിക ചികിത്സകൾക്ക് NHS ഇംഗ്ലണ്ട് അംഗീകാരം നൽകി. മറ്റ് ചികിത്സകൾ ഫലിക്കാത്ത രോഗികൾക്ക് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഈ പുതിയ മരുന്നുകൾ വർഷം തോറും ഏകദേശം 200 പേർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പുതിയ 10 വർഷത്തെ ക്യാൻസർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചികിത്സകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഡഫ്രാഫെനിഫ് എന്ന ഗുളിക അപൂർവമായ ഹിസ്റ്റോഫൈസൈറ്റിക് ന്യൂപ്ലാസം എന്ന രക്താർബുദത്തെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ടാർഗറ്റഡ് തെറാപ്പിയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കാതെ വീട്ടിലിരുന്ന് തന്നെ ഈ മരുന്ന് കഴിക്കാനാകും എന്നതാണ് പ്രത്യേകത. അതോടൊപ്പം ചികിത്സയോട് പ്രതികരിക്കാത്തതോ വീണ്ടും തിരിച്ചു വന്നതോ ആയ ഹോഡ്കിൻ ലിംഫോമ ബാധിച്ച 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ബ്രണ്ടൻ സ്കീമ വെട്ടോട്ടിൻ ബ്രെൻസ്റ്റാബുൺ സംയോജിത ചികിത്സയും NHS ലഭ്യമാക്കും. സ്റ്റെം സെൻട്രൽ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് രോഗികളെ സജ്ജമാക്കാൻ ഈ ചികിത്സ സഹായിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. പുതിയ മരുന്ന് ഉപയോഗിച്ച് രോഗമുക്തി നേടിയ രോഗികളും ചികിത്സയുടെ ഫലപ്രാപ്തി പങ്കുവച്ചിട്ടുണ്ട്. കഴുത്തിലോ കക്ഷത്തിലോ വേദനയില്ലാത്ത വീക്കം, രാത്രിയിൽ അമിതമായ വിയർപ്പ്, തുടർച്ചയായ പനി, പെട്ടെന്ന് ശരീരഭാരം കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൃത്യസമയത്തെ രോഗനിർണയവും അത്യാധുനിക ചികിത്സയും കൂടുതൽ രോഗികളിലേക്ക് എത്തിക്കാനുള്ള NHSന്റെ പുതിയ നീക്കമാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. 2027 ഒക്ടോബർ മുതൽ ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അപൂർവമായ പേശിക്ഷയ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ്. നവജാത ശിശുക്കളുടെ 5-ാം ദിവസം നടത്തുന്ന ഹീൽ പ്രിക് രക്തപരിശോധനയിലൂടെയാകും SMA കണ്ടെത്തുക. രോഗം നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഫലപ്രദമായ ജീൻ ചികിത്സ നൽകാനും ഗുരുതരമായ ലക്ഷണങ്ങൾ ഒഴിവാക്കാനും കഴിയും എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. SMA ബാധിച്ച കുട്ടികൾക്ക് കൈകാലുകളുടെ ബലക്കുറവ്, ഇരിക്കാനും ഇഴയാനും നടക്കാനുമുള്ള ബുദ്ധിമുട്ട്, ശ്വസന വിഴുങ്ങൽ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. രോഗം കണ്ടെത്താതെ പോയാൽ ചില കുട്ടികൾക്ക് 2 വയസ്സിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഏകദേശം 10,000 കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് രോഗം ബാധിക്കാമെന്നാണ് കണക്ക്. UK-യിൽ ശരാശരി 48 കുഞ്ഞുങ്ങൾക്കാണ് ഓരോ വർഷവും SMA സ്ഥിരീകരിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിൽ 72% നവജാത ശിശുക്കൾക്ക് പരിശോധന ആരംഭിക്കും. എന്നാൽ പ്രദേശഭേദമനുസരിച്ച് പരിശോധന ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന വിമർശനത്തെ തുടർന്നാണ് 2027 മുതൽ സമ്പൂർണ്ണ പരിശോധന പ്രഖ്യാപിച്ചത്. നിലവിലെ 7 ലബോറട്ടറികൾക്ക് പകരം 13 കേന്ദ്രങ്ങളിലും പരിശോധനയിൽ പങ്കാളികളാകാം. വർഷങ്ങളായുള്ള പ്രചരണത്തിന് ശേഷമുള്ള നിർണായകമായ നേട്ടമാണിതെന്ന് രോഗി സംഘടനകളും പ്രചരണ പ്രവർത്തകരും പ്രതികരിച്ചു. UK-യിലുടനീളം മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ കൗമാരക്കാർക്കും സർക്കാർ ചെലവിൽ വാക്സിൻ നൽകണമെന്ന ശുപാർശയുമായി വിദഗ്ധ സമിതി. ജോയിന്റ് കമ്മിറ്റി ഓഫ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ആണ് സർക്കാരിന് മുന്നിൽ നിർദ്ദേശവുമായി എത്തിയത്. പുതിയ ശുപാർശ അനുസരിച്ച് 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് മെനഞ്ചൈറ്റിസ് B വാക്സിൻ നൽകും. മുമ്പ് വാക്സിൻ ലഭിക്കാതെ പോയവർക്കായി പ്രത്യേക ക്യാമ്പയിനുകളും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കുഞ്ഞായിരുന്നപ്പോൾ B വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള കുട്ടികൾക്ക് 15-ാം വയസ്സിൽ ബൂസ്റ്റർ ഡോസ് കൂടി നൽകും. 2030-ൽ 15 വയസ്സ് തികയുന്ന കുട്ടികൾക്കായിരിക്കും ഈ പദ്ധതിയുടെ ആദ്യ ബാച്ച്. ഇതുവരെ വാക്സിൻ ലഭിക്കാതെ പോയ കുട്ടികൾക്ക് 15-ാം വയസ്സിൽ 2 ഡോസുകളും നൽകും. UK-യിൽ അടുത്തിടെയുണ്ടായ മസ്തിഷ്ക ജ്വര വ്യാപനത്തിന്റെ ഡസൻ കണക്കിന് ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ കെന്റിലെ കാൻറ്റർബറി നൈറ്റ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട രോഗവ്യാപനത്തിൽ 2 പേർ മരിക്കുകയും 10-ലധികം പേർക്ക് ആശുപത്രി ചികിത്സ തേടേണ്ടി വരികയും ചെയ്തു. ക്ലബ്ബിലെ സംഭവം തങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ജ്വരം പടർന്നു പിടിച്ച ഒന്നാണെന്നും വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. മെയ് മാസത്തിൽ ബക്ഷയറിലുണ്ടായ മറ്റൊരു വ്യാപനത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ വേനൽക്കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താമസിച്ച് പഠിക്കാൻ പോകുന്ന 10 ലക്ഷത്തോളം യുവാക്കൾക്ക് UK-യിലുടനീളം അടിയന്തരമായി ഒരു ഒറ്റത്തവണ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ബാക്ടീരിയകളും വൈറസുകളും കാരണം തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞിരിക്കുന്ന സംരക്ഷണ പാളിയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ അണുബാധയാണ് മസ്തിഷ്ക ജ്വരം. ഇതിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ രൂപമാണ് മെനിഞ്ചൈറ്റിസ് B മൂലമുള്ള മസ്തിഷ്ക ജ്വരം. രോഗവ്യാപനം സാധാരണയായി അപൂർവമാണ് എങ്കിലും ഇംഗ്ലണ്ടിൽ പ്രതിവർഷം 300 മുതൽ 400 വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ മാർച്ചിൽ കെന്റിലുണ്ടായ രോഗവ്യാപനത്തിൽ മരണപ്പെട്ട 18 വയസ്സുകാരി ജൂലിയറ്റ് കെന്നിയുടെ കുടുംബം ഉൾപ്പെടെയുള്ളവർ കൗമാരക്കാർക്ക് വാക്സിൻ നൽകുന്നതിനായി ശക്തമായ പ്രചരണങ്ങൾ നടത്തിവരികയാണ്. ഈ ശുപാർശ മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ ചരിത്രപരമായ നിമിഷമാണെന്നും മെനഞ്ചിറ്റിസ് നൗ സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ടോം നട്ട് പ്രതികരിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യ സംരക്ഷണം മുൻനിർത്തി ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാർ ഒരുങ്ങുന്നു. അടുത്ത വർഷം ഏപ്രിൽ മുതൽ ഇംഗ്ലണ്ടിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത്തരം പാനീയങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായും നിരോധിക്കും. പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ നിയമം നിലവിൽ വരും. റെഡ് ബുൾ, മോൺസ്റ്റർ, റിലൻലെസ്, പ്രൈം എന്നീ പ്രമുഖ പാനീയങ്ങൾക്കാണ് വിലക്ക് വരിക. ഡയറ്റ് ക്ലോക്ക് പോലുള്ള കഫീൻ കുറഞ്ഞ പാനീയങ്ങളെയും ചായ, കാപ്പി എന്നിവയും നിയമം ബാധിക്കില്ല. സാധാരണ കടകൾക്കും ഓൺലൈൻ സൈറ്റുകൾക്കും പുറമെ റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവിടങ്ങളിലെ വിൽപ്പനയ്ക്കും നിരോധനമുണ്ട്. 1 ലിറ്ററിൽ 150 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുള്ള എനർജി ഡ്രിങ്കുകൾക്കാണ് ഈ നിരോധനം ബാധകമാവുക. നിയമം ലംഘിച്ച് കുട്ടികൾക്ക് എനർജി ഡ്രിങ്ക് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് 2500 പൗണ്ട് വരെ പിഴ ഈടാക്കാം. ഈ നിയമം പ്രാദേശിക ഭരണകൂടങ്ങളാണ് നടപ്പിലാക്കുക. 1990-ലെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ കീഴിലുള്ള ഉപനിയമമായാണ് ഇത് വരുന്നത്. ഇംഗ്ലണ്ടിലെ ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ ദിവസേന ഇത്തരം എനർജി ഡ്രിങ്കുകൾ കുടിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. കുട്ടികളിലെ ഉറക്കക്കുറവ്, അമിത ഉത്കണ്ഠ, ഏകാഗ്രത കുറവ് എന്നിവയ്ക്ക് ഇത്തരം പാനീയങ്ങളുടെ അമിത ഉപയോഗം കാരണമാകുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നടപടിയിലേക്ക് നീങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. കൂടാതെ കഫീന്റെ അമിത ഉപയോഗം ഹൃദയമിടിപ്പ് അതിവേഗത്തിലാക്കാനും ഹൃദയത്തിന്റെ താളം തെറ്റിക്കുവാനും കാരണമാകുന്നു. അപൂർവമാണ് എങ്കിലും കഫീൻ അമിതമായി ഉള്ളിൽ ചെന്ന് ചില മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ ശരീരം ചെറുതായതിനാലും തലച്ചോറിന്റെ വികാസം പൂർണ്ണമാകാത്തതിനാലും കഫീൻ അവരെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന അമിതമായ പഞ്ചസാര വണ്ണക്കൂടുതലിനും പല്ലുകൾ കേടാകുന്നതിനും കാരണമാകുന്നു. സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ സർക്കാർ കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്. മുൻപ് ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് സർക്കാർ 2022-ൽ ഈ നിരോധനം കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നു എങ്കിലും ഇത് വ്യക്തിപരമായി സ്വാതന്ത്ര്യത്തിന് വിടണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ആ നീക്കം അന്ന് ഉപേക്ഷിച്ചത്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ആരോഗ്യകരമായ ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതിജ്ഞാബദ്ധതയാണ് ഇതെന്നും പബ്ലിക് ഹെൽത്ത് മിനിസ്റ്റർ ഷാരോൺ ഹോട്ട്സൺ വ്യക്തമാക്കി. ഒബിസിറ്റി ഹെൽത്ത് അലയൻസും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ഈ നിരോധനം അനാവശ്യമാണ് എന്നാണ് ബ്രിട്ടീഷ് സോഫ്റ്റ് ഡ്രിങ്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. തങ്ങൾ 2010 മുതൽ കുട്ടികൾക്കായി ഇത്തരം പാനീയങ്ങൾ പരസ്യം ചെയ്യാറില്ല എന്നും അവർ വാദിക്കുന്നു. ഇംഗ്ലണ്ടിന് പുറമെ യുകെയുടെ ഭാഗമായ നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളും ഈ നിരോധനം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. എനർജി ഡ്രിങ്കുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും കടുത്ത നിയന്ത്രണങ്ങളാണ് ബ്രിട്ടൻ ലക്ഷ്യമിടുന്നത്. ജനകീയനും ജനപ്രിയനുമായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് യുകെയിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങൾക്ക് ബാൻസ്ലിയിൽ തുടക്കമായി. നീതിമാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന തലക്കെട്ടോടെയാണ് IOC UK കേരള ചാപ്റ്റേഴ്സ് മിഡ്ലാൻഡ്സ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. യുകെയിലെ വിവിധ ഭാഗങ്ങളിലായി 10ഓളം ഇടങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങൾക്കാണ് വെള്ളിയാഴ്ച ബാൻസ്ലിനിൽ തുടക്കം കുറിച്ചത്. ബാൻസ്ലിൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങുകൾക്ക് വിനീത് മാത്യു, അലൻ ഓവിൽ, ജസ്റ്റിൻ ബേബി, വിനീഷ് വിജയകുമാർ, ലിജോ വർഗീസ്, നിതിൻ ഡാനിയൽ, നിമിഷ ജോസഫ്, ടിൻഡു, വിനീത് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ബിബിൻ രാജ് കുരിക്കൻപറ, ജനറൽ സെക്രട്ടറി രാജു രമണൻ എന്നിവർ അനുസ്മരണ സന്ദേശങ്ങൾ നൽകി. പ്രവർത്തകർ ഉമ്മൻചാണ്ടി സ്മൃതി ദീപം തെളിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായി IOCയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ലെസ്റ്റർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ ചടങ്ങുകൾ ഏറ്റുമാനൂർ MLAയും കോട്ടയം DCC അധ്യക്ഷനുമായ നാട്ടകം സുരേഷ് MLA ഉദ്ഘാടനം ചെയ്യും. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അജയ് ജുവൽ കുര്യാക്കോസ് പങ്കെടുക്കും. ലിവർപൂൾ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവറന്റ് ഫാദർ ജിൻസൺ മുട്ടുകുന്നേൽ നിർവഹിക്കും. ആഗോളതലത്തിൽ മരിയൻ പുണ്യകേന്ദ്രങ്ങൾ ഏറെ പ്രശസ്തമായ വാൽസിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ കാത്തോലിക് സീറോ മലബാർ എപ്പാർക്കിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്ന 10ാമത് തീർത്ഥാടനത്തിന് തുടക്കമായി. തീർത്ഥാടനത്തിന്റെ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അഭിവന്ദ്യ അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാൻസിംഗ്ഹാം അധികൃതർ നൽകിയ ഗതാഗത നിയന്ത്രണങ്ങളും റൂട്ട് മാപ്പുകളും മനസ്സിലാക്കി വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളും ട്രാഫിക് സൈൻ ബോർഡുകളും പാലിച്ചാകണം തീർത്ഥാടന ദേവാലയത്തിലേക്ക് എത്തേണ്ടത്. തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന് തീർത്ഥാടന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്കായി വിഭവസമൃദ്ധമായ ചൂടുള്ള നാടൻ ഭക്ഷണങ്ങളും മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നതായി സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.